ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹീറോ ഹോണ്ട ഹങ്ക് വണ്ടി. നമ്മളിപ്പോൾ ഇതിൻ്റെ കാർബേറ്റർ, എയർ ഫിൽറ്റർ, അതുപോലെ പ്ലഗൊക്കെ മാറ്റി ടാങ്കൊക്കെ ഒന്ന് ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയിരുന്നു കേട്ടോ. കാർബേറ്റർ അയച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയതാണ്. ഇപ്പോൾ ക്ലീൻ ചെയ്ത് കയറ്റി കഴിഞ്ഞപ്പോൾ നിലവിലിപ്പോൾ ഓവർഫ്ലോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. വണ്ടി നമ്മൾ ഓടിച്ചു നോക്കിയാണ്. ഓടിച്ചു കഴിഞ്ഞപ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗും മാറ്റി എയർ ഫിൽറ്റർ മാറ്റി അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കാർബേറ്റിൻ്റെ അടുത്ത് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഈ ചോക്കിൻ്റെ കേബിൾ പൊട്ടിക്കണ ഈ സ്വിച്ചിൻ്റെ അവിടെ ഒരു ലിവർ വരും. ആ ലിവർ പൊട്ടിപ്പോയിരിക്കുക. അത് ഈ സ്വിച്ച് പാടിയേ കിട്ടുള്ളൂ, ഈ സ്വിച്ചടക്കം കിട്ടുള്ളൂ. പക്ഷേ സ്വിച്ച് അയച്ചെടുക്കാൻ തന്നെ ഈ സ്ക്രൂകളുണ്ടോ, ഇവിടുത്തെ ഈ സ്ക്രൂഒക്കെ ഫുള്ളായിട്ട് തുരുമ്പിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് മാറ്റണം, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ചോക്കിൻ്റെ കേബിൾ പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ നമ്മളൊരു സ്റ്റോക്കില്ല, പുറത്തായിട്ടൊക്കെയാണ് സ്റ്റോക്ക് വരുന്നത്. അതുപോലെ തന്നെ അതിന് വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ അതായത് ബാക്ക് ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ നല്ല സൗണ്ടാണ്. അതുപോലെ ഫ്രണ്ടിലെ ഈ ഡിസ്കിൻ്റെ ബ്രേക്കൊന്നും ഇല്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ പറയണം കേട്ടോ. അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അത്യാവശ്യം എമൗണ്ട് വരും. അല്ലെങ്കിൽ സ്വിച്ചൊക്കെ നല്ല രീതിയിൽ ലൂസാണ്. മാറ്റുമ്പോൾ ഈ 2 സ്വിച്ചുകൾ ഒരുമിച്ച് മാറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിംഗ് ആക്കി ഓടിച്ച് നോക്കിയത് കുഴപ്പമൊന്നുമില്ല. മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും നിലവിലിപ്പോൾ കാണുന്നില്ല. പിന്നെ അത് ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ സെൻറ്റർ സ്റ്റാൻഡും സൈഡ് സ്റ്റാൻഡും കൂടി ഒന്ന് മാറ്റി ക്ലിയർ ആക്കണം നമുക്ക്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറയണം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ ഒരു എമൗണ്ട് എത്ര രൂപ ആയിട്ടുണ്ടെന്ന് പറയാം. ഈ സ്വിച്ച് നമുക്ക് വന്നു കഴിഞ്ഞാലാണ് പറയാൻ പറ്റില്ല എത്ര രൂപ. സ്വിച്ച് എന്തായാലും നമുക്ക് മാറ്റണം. സ്വിച്ച് മാറ്റാതെ നമുക്ക് അതിന് ചോക്കിൻ്റെ ഇത് പിടിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി.